إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്ലാം, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹു മനുഷ്യ സമൂഹത്തിന് സന്മാർഗം കാണിക്കാൻ വേണ്ടി അവതരിപ്പിച്ച ഒരു മതമാണ്. ലോകത്ത് ധാരാളം മതങ്ങളുണ്ട്, പലതരത്തിലുള്ള ദർശനങ്ങളും ചിന്തകളും തത്വശാസ്ത്രങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു സവിശേഷത, അത് ഒരു മനുഷ്യനിർമ്മിതമായ ആശയമല്ല, ഏതെങ്കിലും കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചിന്തയുമല്ല. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹു നമ്മൾക്ക് വേണ്ടി ജീവിക്കാനുള്ളൊരു മാർഗദർശനമായിട്ട് അവതരിപ്പിച്ച മതമാണ്. ഇത്തരമൊരു ആദർശത്തിന്, മതത്തിന്, അള്ളാഹുവിന് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെയും ഒന്നായി കാണാനുള്ള ഒരു കാഴ്ചപ്പാടാണ് അവതരിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഏത് ഭാഗത്ത് ജീവിക്കുന്ന ഏത് തരത്തിലുള്ള മനുഷ്യരാണെങ്കിലും മനുഷ്യർ എന്ന നിലക്ക് അവരെ ഒന്നായി കാണുക എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇതിന് കാരണം, ഇത് അള്ളാഹു അവതരിപ്പിച്ച മതമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും. അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ മനുഷ്യർ എന്ന പരിഗണന നൽകാത്ത ഒരു വിഭാഗീയതയും അള്ളാഹു അവതരിപ്പിച്ച മതത്തിലുണ്ടാവില്ല. അങ്ങനെയൊന്നും അള്ളാഹു അവതരിപ്പിക്കുന്നുമില്ല. പക്ഷെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, ഏത് കാലത്തും ഇപ്പോഴെന്ന് പറയുന്നത് ഏറ്റവും പുതിയ കാലഘട്ടമാണ്. പരിഷ്കൃതം എന്ന് നമ്മൾ പറയുന്ന പല യോഗ്യതകളും എണ്ണി പറയുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പക്ഷെ ഈ കാലത്തും മനുഷ്യർ പലതരത്തിലുള്ള വിഭാഗീയതകളും വെച്ച് പുലർത്തുന്നു.
പലതരത്തിലുള്ള വിഭാഗീയതകൾ ജാതിയുടെ പേരിൽ, അത് ജന്മനാ കിട്ടുന്നൊരു സംഗതിയാണ്. അങ്ങനെ വിഭാഗീയത ഉണ്ട്. മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ വർഗീയവൽക്കരിക്കുക, അത് പറഞ്ഞ് പ്രചരിപ്പിക്കുക, അതിൻ്റെ പേരിൽ കക്ഷിത്വം ഉണ്ടാക്കുക, അങ്ങനെ എല്ലാ തരത്തിലുള്ള വിഭാഗീയതയും ഏറ്റവും പുതിയ കാലത്തും മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്നു. പഴയ കാലത്ത് ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള വിഭാഗീയതകൾ ഉണ്ടായിരുന്നു മനുഷ്യർക്കിടയിൽ. ഉച്ചനീചത്വങ്ങൾ ഉണ്ടായിരുന്നു, ജാതീയതയുണ്ടായിരുന്നു, വംശീയതയുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാഞ്ഞുപോയി മനുഷ്യൻ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പുരോഗതിയുള്ള മനുഷ്യനാണ് എന്നാണ് നമ്മളൊക്കെ വർണ്ണിക്കുന്നത്. പക്ഷെ ഇന്നും ഈ ജാതീയത, വർഗീയത, വിഭാഗീയത, കക്ഷിത്വം എന്നത് പറഞ്ഞുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന, അത് മുതലെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ഗോത്രങ്ങൾ നിലനിന്നിരുന്നു. ജാഹിലിയ കാലത്ത് അങ്ങനെ ഗോത്രങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓരോ വ്യക്തിയും തൻ്റെ ഗോത്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അയാളുടെ സ്വന്തം വ്യക്തിത്വമല്ല, ഇന്ന ഗോത്രത്തിൻ്റെ ആള്. ഇപ്പൊ ഖുറൈഷ് എന്ന് പറയുന്ന ഗോത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ആ ഖുറൈഷ് എന്ന് പറയുന്ന ഗോത്രം അവിടുത്തെ അഭിജാതരാണ്, ഉന്നത കുലരാണ്, ഉയർന്ന ജാതിക്കാരാണ്. മറ്റുള്ളവരൊക്കെ അവരെ താഴെയാണ്. അവർ പല ആനുകൂല്യങ്ങളും അനുഭവിച്ചിരുന്നു ആ ജാതീയതയുടെ പേരിൽ, വിഭാഗീയതയുടെ പേരിൽ. അങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹു പഠിപ്പിക്കുന്ന സന്ദേശവും പ്രചരിപ്പിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അവിടെ നിലനിന്നിരുന്ന ഒരു ആദർശം, ഉൻസുർ അഹാഖ് ളാലിമൻ ഔ മദ്ലൂമ. ഏത് കാലത്താണെന്നറിയാം നിങ്ങൾ? 1400 വർഷം പഴക്കമുള്ള ഒരു ആദർശമാണിത്. എന്താ പറയുന്നത്? ഉൻസുർ അഹാഖ് ളാലിമൻ ഔ മദ്ലൂമ. നിന്റെ കക്ഷിയെ, നിന്റെ കൂട്ടുകാരനെ, നിന്റെ ഗോത്രത്തിൽപ്പെട്ടവനെ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനെ, നിന്റെ പാർട്ടിയിൽപ്പെട്ടവനെ സഹായിക്കണം. എന്തായിരുന്നാലും അവനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്. ളാലിമൻ ഔ മദ്ലൂമൻ, അവൻ അക്രമിയായി നിൽക്കുമ്പോഴും അവന് പിന്തുണ കൊടുക്കണം. മദ്ലൂമൻ, അവൻ മർദ്ദിതനായി വരുമ്പോഴും അവനെ രക്ഷപ്പെടുത്തി പിന്തുണ കൊടുക്കണം. ഇത് ഏത് കാലത്തെ സിദ്ധാന്തമാണെന്നറിയാം നിങ്ങൾ? ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന സിദ്ധാന്തം. നമ്മളിപ്പോൾ പറയും അതിനെപ്പറ്റി, വാചികമായിട്ട് പറയും അത് പഴഞ്ചനാണ്, പിന്തിരിപ്പനാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഏറ്റവും പുതിയ സമൂഹത്തിലും വളർന്നു വരുന്നത് സ്വന്തം കക്ഷി, സ്വന്തം പാർട്ടി, സ്വന്തം വിഭാഗം, ജനവിഭാഗം, സ്വന്തം ആളുകൾ, സ്വന്തം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിഭജിച്ച് നിൽക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളൊക്കെ ഇപ്പോഴും വെച്ച് പുലർത്തുന്ന നിലപാട് ഉൻസുർ അഹാഖ് ളാലിമൻ ഔ മദ്ലൂമൻ. തന്റെ കക്ഷിയാണോ എന്തായാലും ന്യായീകരിക്കണം, എന്തായാലും ന്യായീകരിക്കണം. അവിടെ സത്യം അസത്യം എന്ന പരിഗണനയില്ല. അവിടെ ന്യായീകരണം നോക്കുന്നത്, അടിസ്ഥാനം നോക്കുന്നത് തന്റെ കക്ഷിയാണോ, തന്റെ പാർട്ടിയാണോ, തന്റെ വിഭാഗമാണോ എന്നത് മാത്രമാണ്. ജാതീയത പ്രചരിപ്പിക്കാം, വർഗീയത പ്രചരിപ്പിക്കാം, കക്ഷിത്വം പ്രചരിപ്പിക്കാം, മറ്റേതെങ്കിലും വിഭാഗീയത പ്രചരിപ്പിക്കാം. പക്ഷെ എന്തായാലും തന്റെ കക്ഷിയാണെങ്കിൽ അതൊക്കെ ന്യായീകരിച്ച് ശരിയാക്കണം എന്നിടത്ത് ഏറ്റവും പുതിയ സാഹചര്യത്തിൽ പോലും നമ്മുടെ നാട്ടിലൊക്കെ കാര്യങ്ങൾ മാറി മറിയും. അള്ളാഹുവിന്റെ റസൂൽ ഈ സിദ്ധാന്തം, ജാഹിലിയത്തിന്റെ ഈ സിദ്ധാന്തം തിരുത്തി, അതേ വാക്കുപയോഗിച്ച് തിരുത്തി. റസൂൽ പറഞ്ഞു സഹാബികളോട്, ഉൻസുർ അഹാഖ് ളാലിമൻ ഔ മദ്ലൂമൻ. നിന്റെ ആളുകളെ നീ ളാലിമാണെങ്കിലും മദ്ലൂമാണെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു. അക്രമിയാണെങ്കിലും സഹായിക്കണം, ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സഹാബികൾ ചോദിച്ചു, റസൂലേ, ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ ഒരാളെ സഹായിക്കണം, അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു മർദ്ദിതനെ സഹായിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ അക്രമിയെ എങ്ങനെ സഹായിക്കണമെന്നാ റസൂൽ നിങ്ങൾ പറയുന്നത്? സ്വാഭാവികമായൊരു സംശയമാണ്. റസൂൽ അതിന് വിശദീകരണം നൽകിയത്, അക്രമിയെ സഹായിക്കേണ്ടത് അയാൾ ആ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടാണ് എന്നാണ്. അക്രമി തന്റെ കക്ഷിയാണോ, തന്റെ പാർട്ടിയാണോ, തന്റെ വിഭാഗമാണോ എന്നതല്ല, അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അതാണ് അയാളോട് ചെയ്യുന്ന സഹായം. മർദ്ദിതനാണെങ്കിൽ എവിടെയാണെങ്കിലും അവന്റെ കൂടെ നിൽക്കണം.
അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുതിയ സിദ്ധാന്തം നേരത്തെ ഉണ്ടായിരുന്ന അതേ വാക്ക് പുതിയ ഭാഷ്യം നൽകിക്കൊണ്ട് റസൂൽ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നയനിലപാട്. വിശുദ്ധ ഖുർആനിൽ വാക്ക് നോക്കൂ നിങ്ങൾ. യാ യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ. നോക്കൂ, മുസ്ലിമിന്റെ ആശയം അതാണ്, ഇസ്ലാം അതാണ് പഠിപ്പിക്കുന്നത്. ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഇത് ലോകത്തോട് പറയുന്നത് 14 നൂറ്റാണ്ട് മുമ്പാണ്. എല്ലാ ഉച്ചനീചത്വങ്ങളും എല്ലാ വർണ്ണവെറിയും വർഗവെറിയും ഒക്കെ നിലനിന്നിരുന്ന ഒരു ലോകത്ത് മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് പഠിപ്പിക്കുകയാണ്. ജനങ്ങളെ എന്ന് വിളിക്കുകയാണ്, മനുഷ്യരെ എന്ന് വിളിക്കുകയാണ്. തന്റെ കക്ഷിയല്ല വിളിക്കുന്നത്, തന്റെ നാടിനെയല്ല സംബോധന ചെയ്യുന്നത്, ഏതെങ്കിലും വിഭാഗ്യത നിലനിർത്തിക്കൊണ്ടല്ല പറയുന്നത്. ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസാ, മനുഷ്യ സമൂഹത്തെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിന്റെയും പെണ്ണിന്റെയും മക്കളായിക്കൊണ്ടാണ്. അള്ളാഹുവാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് ലോകത്തുള്ള എല്ലാ ഭാഗത്തും. വെളുത്തവനും കറുത്തവനും കുറിയവനും നീണ്ടവനും ഒക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവരെ ഒന്നാകെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് ഒരാണിന്റെയും പെണ്ണിന്റെയും ഒരു ബാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാണ് മുഴുവൻ മനുഷ്യർ. പിന്നെ എന്താ വ്യത്യാസമുള്ളത്? വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു, നിങ്ങളെ കക്ഷികളും ജാതി വിഭാഗങ്ങളും ആക്കിയിരിക്കുന്നത്, ഗോത്രങ്ങളും വിഭാഗങ്ങളും